ലൈഫിൽ ഒരിക്കൽ പോലും ദേഷ്യം വരാത്തവരായിട്ട് നമ്മളുടെ ഇടയിൽ ആരും ഉണ്ടാവില്ല അല്ലേ? ഇപ്പം എനിക്കായാലും നിങ്ങൾക്കായാലും ഒക്കെ ദേഷ്യം വരുന്നവർ തന്നെയാണ് നമ്മൾ. പക്ഷേ എല്ലാ ഇമോഷൻസും പോലെ ഈ ദേഷ്യവും നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ വരും അല്ലേ? എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓവറായിട്ട് ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. വെൽക്കം ടു ദ സ്റ്റോൺ. അപ്പോൾ ദേഷ്യം പിടിക്കുന്നതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ദേഷ്യമൊക്കെ വരും, എല്ലാ ഇമോഷൻസും പോലെ തന്നെ ദേഷ്യം ഇങ്ങനെ വന്നു പോകും. പക്ഷെ അമിതമായിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അതും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ഒട്ടും ഹെൽത്തി അല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഇപ്പോൾ ഡിപ്രഷൻ വരാം, ആൻസൈറ്റി ഇഷ്യൂസ് വരാം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് പോകെ വന്നുകൊണ്ടിരിക്കും. പെട്ടെന്നൊന്നും കാണില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും വന്നുകൊണ്ടേ തുടങ്ങും. നമുക്കിങ്ങനെ ഒരു അസ്വസ്ഥത ഫിസിക്കലി മെന്റലി നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ സൊസൈറ്റിയിലുള്ള ഒരു മാന്യത അല്ലെങ്കിൽ ആ ഒരു ആക്സെപ്റ്റൻസ് അതൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ആരെയും അംഗീകരിക്കാണ്ടാവും. ഇപ്പം അയാൾ ഭയങ്കര കർക്കശക്കാരനാണ്, അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടനെ പിടിച്ചിട്ട് ദേഷ്യം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും നമ്മളിലേക്ക് അടുക്കാണ്ടാവും അല്ലേ? ഭയങ്കര മൊരടനാണ് ആളെന്ന് പറയും. അപ്പോൾ പൊതുവേ ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് ഇങ്ങനെ അകന്നുകൊണ്ടേയിരിക്കും. സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു മാറ്റി നിർത്തുന്ന സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ എപ്പോഴും ദേഷ്യം പിടിക്കാൻ കാരണം? എന്തായിരിക്കും അത്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടിക്കാലത്ത് ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻസോ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ദേഷ്യം പിടിക്കുന്ന കർക്കശക്കാരായിട്ടുള്ള പാരൻസിൻ്റെ അണ്ടറിൽ വളർന്നു വന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒബ്വിയസ്ലി വലുതാവുമ്പോൾ ആ ഒരു ദേഷ്യത്തിൻ്റെ ഒരു സ്വഭാവം തന്നെയായിരിക്കും അവർക്കും കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കെയർ ടേക്കർ, ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ഒരു കെയർ ടേക്കറിൽ അണ്ടറിലാണ് ആ കുട്ടി വളർന്നു വന്നതെങ്കിൽ പൊതുവേ അവർക്ക് പ്രായമാവും തോറും ഈ ഒരു ദേഷ്യം കാണിക്കുന്ന പ്രകടനം, കാരണം അവർ വളർന്നു വന്നത് അല്ലെങ്കിൽ കണ്ടുപഠിക്കുന്നതാണല്ലോ. ഇപ്പോൾ ചെറുപ്പം തൊട്ടേ നമുക്ക് കണ്ടും കേട്ടുമുള്ള ശീലങ്ങളായിരിക്കും നമുക്ക് വലുപ്പത്തിലെ അതൊക്കെ നമ്മുടെ ക്യാരക്ടറിലും ബിഹേവിയറിലൊക്കെ വരും. ആ ഒരു സാധനങ്ങൾ നമ്മൾ കണ്ടും കേട്ടും ശീലിച്ച കാര്യങ്ങളിൽ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വളർന്നു വന്ന സിറ്റുവേഷനിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവരും ഒരു ദേഷ്യം പിടിക്കുന്ന ഒരു ക്യാരക്ടറുള്ള കുട്ടിയായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ മൈൻഡിൽ നമ്മൾ ആരോടത്തും പറയാത്ത അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അത്രത്തോളം മുറിവ് ഏൽപ്പിച്ച ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്, നമ്മൾ ആരോടത്തും അത് പറഞ്ഞിട്ടില്ല, ഒരു ട്രോമയായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാരിലും ഈ ദേഷ്യം പെട്ടെന്ന് വരും എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അൺസോൾവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ കൂട്ടി വെച്ച കുറേ പ്രശ്നങ്ങളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മൈൻഡിലെങ്കിൽ, പരിഹരിക്കപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെസ് നമുക്ക് എപ്പോഴും മൈൻഡിലുണ്ടായിരിക്കും. അത്രക്കാരും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നതാണ് സയൻസ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ കൂട്ടി വെച്ച് അതിൻ്റെ ഒരു സ്ട്രെസ് വേറെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഉള്ള സാമ്പത്തികപരമായ സ്ട്രെസ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് ഉള്ളവരായിരിക്കും. വർക്കിൽ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രെസ് വേറെ ഉണ്ടായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് വേറെ ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും സ്ട്രെസ് അനുഭവിക്കുന്നവരെല്ലാം ഈ ദേഷ്യം നല്ലോണം കൂടുന്നതായിട്ട് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ആൽക്കഹോൾ അഡിക്ഷൻ ഉള്ളവർ അല്ലെങ്കിൽ ഡ്രഗ്സ് അഡിക്ഷൻ ഉള്ളവർ, ഇത്തരക്കാർക്കും ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി അവരൊട്ടും ഓക്കെ ആയിരിക്കില്ല, ഒട്ടും ഹെൽത്തി ആയിട്ടുള്ളവരായിരിക്കില്ല അല്ലേ? നമുക്കറിയാതെ ഇപ്പോൾ ഡ്രഗ്സും ആൽക്കഹോളൊക്കെ കണ്ടിന്യൂസ് ഇൻടേക്ക് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഒട്ടും ഹെൽത്തി അല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവർക്കും ഈ ഇമോഷൻസും കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്ത് നിർത്താനോ ഒന്നും അവർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ മെൻ്റലി ഇൽനെസ് ഉള്ളവർ, ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡേഴ്സ്, ആൻസൈറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ കുട്ടിക്കാലം മുതലേ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അത്രക്കാർക്കും ഈ ദേഷ്യത്തിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ തൈറോയിഡ് പോലുള്ള അസുഖങ്ങളുള്ളവരിലും നല്ലോണം ദേഷ്യം കണ്ടുവരുന്നുണ്ട് അല്ലേ? പിന്നെ നമ്മൾക്ക് ആരെടുത്തെങ്കിലും ഒരു റെസ്പെക്ട്ഫുൾ അല്ലാത്ത, ഒരു മാന്യമായിട്ടുള്ള രീതിയിലല്ലാത്തൊരു പെരുമാറ്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്താൽ, ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും, നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാഹചര്യത്തിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. കാരണം ആ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യവും എല്ലാം കൂടെ പുറത്ത് വരുമ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെയാണ് ഈ പെട്ടെന്ന് ദേഷ്യം വരാനുള്ള റീസൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്കിത് എങ്ങനെ മാറ്റിയെടുക്കാം. ഈ ദേഷ്യം എന്തായാലും ദേഷ്യം നമുക്ക് വരുന്നുണ്ട്, മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിനെ ബാധിക്കും, മെൻ്റലി ഉള്ള ഹെൽത്തിനെ ബാധിക്കും, അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ഈ ദേഷ്യം മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ നമ്മൾ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ദേഷ്യം മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഞാൻ പറയുന്നത്, സ്വയം എന്തെങ്കിലും നമുക്ക് മാറ്റിയെടുക്കണം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ സ്വയം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന്, അല്ലേ? ഇമോഷൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. നമുക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാറ്റണം എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ആദ്യമേ വേണം, അല്ലേ? അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന, അല്ലെങ്കിൽ ദേഷ്യം വരുമെന്ന് ദേഷ്യം വരാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളോ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വ്യക്തികൾ, അങ്ങനത്തെ എന്താണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് സോഷ്യലി കണക്റ്റഡ് ആണല്ലേ. നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഒട്ടും പറ്റില്ല. പെട്ടെന്ന് നമുക്ക് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാ വ്യക്തികളെയും നമുക്ക് അവോയ്ഡ് ചെയ്ത് നിർത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ സോഷ്യലി കണക്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക്, മാന്യമായിട്ടുള്ള രീതിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് തോന്നുകയാണ് ആ ഒരു വ്യക്തി എന്നെ നന്നായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുമായിട്ട് വല്ലാണ്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാണ്ടിരിക്കാനായിട്ട് നോക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മാറ്റങ്ങളെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത്, ഇതിപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെൻ്റലി ആണെന്നുണ്ടെങ്കിലും ശാരീരികപരമായിട്ടാണെന്നുണ്ടെങ്കിലും മാനസികപരമായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ, പെട്ടെന്ന് നമുക്ക് ചേഞ്ചസ് വരും, അല്ലേ? അതുകൊണ്ടാണ് ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നത്. ശാരീരികപരമായിട്ടും മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, അല്ലേ? നമ്മുടെ പ്രവർത്തനമൊക്കെ ആകെ താളം തെറ്റുന്ന ഒരു സമയമാണ്. നമ്മൾ അത്രത്തോളം പീക്കിൽ നിൽക്കുകയാണ്, അല്ലേ? അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ സ്വയം വിലയിരുത്തുക, മനസ്സിലാക്കുക. ഇപ്പോൾ ചിലപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് പെട്ടെന്നൊക്കെ ഒരാളെ അടിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട്, വായിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ നിങ്ങളിൽ വരും. ദേഷ്യം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വരും. ആ സമയത്ത് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക, അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. ആ മാറ്റങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കിയാലേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നോക്കുക. ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് സഡൻ റിയാക്ഷൻസ് എന്തൊക്കെയാണ് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തുക. ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങളെ കൂളാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ ചിലർക്ക് മേ ബി ഒരു ജോഗിങ്ങിന് പോകണതോ അല്ലെങ്കിൽ ഒരു വാക്കിങ്ങിന് പോകണതൊക്കെ നിങ്ങൾക്കൊന്ന് റിലാക്സ്ഡ് ആവാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബ്രത്തിങ് എക്സസൈസ്, ഇൻഹേൽ എക്സേൽ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സസൈസ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ കുറച്ചും കൂടെ റിലാക്സ് ആവുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഡൈവേർട്ട് ചെയ്യാനായിട്ട് എന്ത് കാര്യമാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യം നമുക്ക് പ്രകടിപ്പിക്കണമല്ലോ. ആ പ്രകടിപ്പിക്കുന്ന രീതി ഭയങ്കര ഹരാസായിട്ട് അല്ലെങ്കിൽ ഭയങ്കര റൂഡായിട്ട് പ്രകടിപ്പിക്കാണ്ട് നമുക്ക് കുറച്ചുകൂടെ മാന്യമായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് നോക്കുക. കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കുക. നമുക്ക് ദേഷ്യം വന്നു എന്നുള്ളത് മനസ്സിലാവും, പക്ഷെ അത് നമ്മൾ ഭയങ്കര റൂഡായിട്ട് പെരുമാറാണ്ടാകുമ്പോൾ നമുക്ക് ആ റിലേഷനും അല്ലാണ്ട് പോവില്ല, അല്ലെങ്കിൽ കുറച്ചൊരു മാന്യത കുറവ് അവിടെ വരുന്നില്ല. വളരെ നല്ല രീതിക്ക് നമുക്ക് പെരുമാറാനായിട്ട് സാധിക്കും. ഇപ്പം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മാന്യമായിട്ട് പോസിറ്റീവായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മളെ അടുത്താണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അത് ഓപ്പണായിട്ട് പറയാം, എനിക്ക് ഇഷ്ടമായിട്ടില്ല അല്ലെങ്കിൽ നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു കാര്യമില്ല എന്നുള്ളത് നമ്മൾ ഓപ്പണായിട്ട് മാന്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാനായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദേഷ്യം വരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യൂ എന്ന് പറയുന്നത് കുറച്ച് മണ്ടത്തരല്ലേ, അല്ലെങ്കിൽ നമുക്കിത് പറ്റുമോ, അത് ആർക്കായാലും പറ്റില്ലല്ലോ എന്നുള്ളതൊക്കെ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ശരിയാണ്, പറ്റില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുക. എല്ലായ്പ്പോഴും നമുക്കിങ്ങനെ റൂഡായിട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ട്രൈ ചെയ്യുന്നതിലൂടെ നമുക്കത് മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും
ഒക്കെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു 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 നെഗറ്റീവ് സൈഡ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, എല്ലാത്തിനെയും സ്ട്രെസ്ഫുൾ ആയിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എല്ലാ കാര്യത്തെയും ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് മനസ്സിലേക്ക് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചതിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കാണാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആവത്തുള്ളൂ. എല്ലാത്തിനും നെഗറ്റീവിലൂടെ നമ്മൾ സഞ്ചരിച്ച് ശരിയാവില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ സ്ട്രെസ്ഫുൾ ആവാണ്ട് അതിനെ കുറച്ചും കൂടെ ഹ്യൂമർ സെൻസോട് കൂടിയിട്ട് കാണാനായിട്ട് ട്രൈ ചെയ്യാൻ നോക്കും കേട്ടോ. അതുപോലെ തന്നെ ദേഷ്യം വരുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക നന്നായിട്ട് എന്നുള്ള ഒരു കാര്യം. നമുക്കറിയാം, വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി ഹാപ്പി ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്തു, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ മാറ്റണം എന്ന്, എനിക്ക് ദേഷ്യപ്പെടുന്നത് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഈ ടിപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പലവിധ വഴിയും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ നടക്കുന്നില്ല എങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ തേടണം. ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് ട്രൈ ചെയ്യുക. അല്ലാണ്ട് ലൈഫ് ലോങ് ദേഷ്യം പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സിനെ നന്നായിട്ട് ബാധിക്കും, നമ്മുടെ ബന്ധങ്ങളെ അത് ബാധിക്കും. മൊത്തത്തിൽ അത് നെഗറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ അവസാനിക്കുകയുള്ളൂ. അപ്പം അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അമിത ദേഷ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ദേഷ്യത്തെ നിങ്ങൾ എങ്ങനെയായാലും ഹാൻഡിൽ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ.